ഇന്ത്യയിൽ കരയിൽ വേഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു മിനി ഫ്ലൈറ്റിൻ്റെ വേഗതയിലുള്ള ഒരു ട്രെയിൻ വന്നാൽ എങ്ങനെയുണ്ടാകും? അതെ, ഇന്ത്യയിൽ കരയിലൂടെ സഞ്ചരിക്കാനെത്തുന്നു ഹൈപ്പർ ലൂപ്പ്. അപ്പോൾ എന്താണ് ഹൈപ്പർ ലൂപ്പ് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് സക്സസ് ടോക്സ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ ഇന്ത്യയിൽ കരമാർഗം വേഗത്തിൽ സഞ്ചരിക്കാൻ വന്ദേ ഭാരതാണ് മനുഷ്യർ ഉപയോഗിക്കുന്നത്. എന്നാൽ അതിലും വേഗത്തിൽ പോകാനാണെങ്കിൽ ഫ്ലൈറ്റ് യൂസ് ചെയ്യും. എന്നാൽ ഇനി വന്ദേ ഭാരതിൻ്റെ വേഗതയെക്കാളും അതുപോലെ തന്നെ ഫ്ലൈറ്റിനെ പോലെ ആകാശത്തുകൂടെ സഞ്ചരിക്കാത്തതുമായ ഹൈപ്പർ ലൂപ്പ് എന്ന ഗതാഗത സൗകര്യം ഇന്ത്യയിൽ എത്താൻ പോവുകയാണ്. ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള സംശയം ഇതായിരിക്കും, എന്താണ് ഹൈപ്പർ ലൂപ്പ് എന്നത്, ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്നത്. ഹൈപ്പർ ലൂപ്പ് എന്നാൽ കരയിലൂടെ ഒരു വലിയ വായുമർദ്ദം കുറഞ്ഞ കുഴലിലൂടെ അത്യധികം വേഗത്തിൽ സഞ്ചരിക്കുന്ന യാത്രാ സൗകര്യമാണ്. ഇപ്പോൾ ഇതിൻ്റെ പരീക്ഷണ ട്രാക്ക് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇന്നലെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇത് എക്സ് എന്ന ട്വിറ്റർ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചിരുന്നു. ഇതിൻ്റെ ഏകദേശം സ്പീഡ് എന്ന് പറയുന്നത് 1000 km/h ആണ്. എന്നാൽ ഇന്ത്യൻ പരിസ്ഥിതിക്ക് അനുയോജ്യമായി നോക്കുകയാണെങ്കിൽ ഒരു 600 km/h വേഗത്തിലെങ്കിലും ഈ ട്രെയിനിന് സഞ്ചരിക്കാൻ കഴിയും. നമുക്കറിയാം, മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം സമയം എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. സമയത്തെ കേന്ദ്രീകരിച്ച് ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏറ്റവും കൂടിയ ദൂരം സാധ്യമാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഏകദേശം സാധാരണ ട്രെയിനിൽ 8 മണിക്കൂർ ദൈർഘ്യമെടുക്കുന്ന ഒരു യാത്ര 28-30 മിനിറ്റിനുള്ളിൽ എത്താൻ സാധിക്കുന്ന രീതിയിൽ തയ്യാറാക്കിയ യാത്രാ സൗകര്യമാണ് ഹൈപ്പർ ലൂപ്പ് എന്നത്. മദ്രാസ് IIT തയ്യൂരിൽ ഡിസ്കവറി ക്യാമ്പസിലാണ് ഇതിൻ്റെ 410 മീറ്റർ ട്രാക്ക് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ സാങ്കേതികവിദ്യയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഏവിയേഷൻ സാങ്കേതിക വിദ്യയിലാണ് ഹൈപ്പർ ലൂപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഹൈപ്പർ ലൂപ്പിൻ്റെ പരീക്ഷണം വിജയമായി പൂർത്തീകരിച്ചാൽ ഹൈപ്പർ ലൂപ്പ് എന്തായാലും ഇന്ത്യയിൽ വരുന്നതാണ്. ഭാവിയിൽ ഇന്ത്യയിൽ ഹൈപ്പർ ലൂപ്പ് വരുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ബൈ ബൈ.